Hi, welcome to our new class. Theorem 7.14. Let D be a smooth domain. Then we have to prove A, B, C. A is Dirichlet problem has at most one solution. B is if alpha greater than or equal to 0. Then the problem of the third kind has at most one solution. And the last C is if U solves the Newman problem, then any other solution is of the form V equal to U plus C, where C belongs to R. We have to prove A, B and C. Okay. So we start with the part B. That is part A is a special case of part B. Because part B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഓഫ് തേർഡ് കൈൻഡ് ആണ്. തേർഡ് കൈൻഡിൽ ആൽഫ 0 ആണെങ്കിൽ അവിടെ എന്ത് വരും? ഡിറിച്ലെറ്റ് പ്രോബ്ലം ആയി മാറും. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ പ്രൂവ് പാർട്ട് എ. Now consider part B. Okay, so we have to prove part B. Suppose that we have to prove that if alpha greater than 0, the problem of third kind has at most one solution. So to prove at most one solution, we have to assume that let U1 and suppose that U1 and U2 are two solutions of the problem of the third kind. Okay, problem of the third kind means delta U is equal to F with xy belongs to D, domain D, and with the condition that U of xy plus alpha of xy into dou U by dou N of U of xy is equal to G of xy. This is a condition for the problem of third kind. Okay, so നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? U1 and U2 are the solutions of this problem. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ U1 equal to F ആവും. അതേപോലെ U1 of xy plus alpha of xy into dou U1 by dou N equal to G of xy. Okay, similarly എന്ത് വരും? ഡെൽറ്റ U2 is equal to F വരും. U2 of xy plus alpha എന്ന് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. Dou U2 by dou N equal to G. Okay, now substitute, put V equal to U1 minus U2. Okay, അപ്പോൾ എന്ത് കിട്ടും? U1 minus U2 ആണെങ്കിൽ നമ്മൾക്ക് ഡെൽറ്റ വി എടുക്കുമ്പോൾ എന്ത് വരും? ഡെൽറ്റ U1 minus delta U2 വരും, which is equal to എന്ത് വരും? F minus F 0 for all xy belongs to D ആയി മാറി. Okay, that means delta V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? Vxx plus Vyy is equal to 0 ആണ്. That is V is harmonic in D. V is harmonic in D. ക്ലിയർ അല്ലേ? ഇനി ബൗണ്ടറിയിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യും? വി ഓഫ് എക്സ് വൈ ഈ കണ്ടീഷനിൽ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? U1 മൈനസ് U2 ആവില്ലേ? ഈ കണ്ടീഷൻ മൈനസ് ഈ കണ്ടീഷൻ എടുക്കുക. U1 മൈനസ് U2 പ്ലസ് ആൽഫ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആൽഫ ഇൻറ്റു ഡോ U1 മൈനസ് ഡോ U1 ബൈ ഡോ എൻ മൈനസ് ഡോ U2 ബൈ ഡോ എൻ, which is equal to G minus G വരും. അപ്പോൾ എന്ത് വരും? That is V of xy plus alpha into dou V by dou N is equal to, ശരിക്കും V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U1 minus U2, ഇത് ആൽഫ ഇൻറ്റു ഇത് ഡോ ബൈ ഡോ എൻ ഓഫ് U1 minus U2. അപ്പോൾ എന്തായി മാറും? G minus G. Again ഇത് 0 on എവിടെയാണ്? ബൗണ്ടറി ഓഫ് ഡിയിൽ ആയി മാറും. ഓൺ ബൗണ്ടറി ഓഫ് ഡി. ഓക്കെ, ദാറ്റ് ഇസ് വി പ്ലസ് ആൽഫ ഇൻറ്റു ഡോ എൻ വി ഈക്വൽ ടു 0.
ക്ലിയർ അല്ലേ? Now substitute v equal to u in Green's identity. ഏതായിരുന്നു നമ്മുടെ Green's identity? Integral over d del u dot del v into dx dy is equal to integral over boundary of d v into dou u by dou n into ds minus integral over d v into delta u dx dy. ഇതായിരുന്നു നമ്മുടെ ഗ്രീൻസ് ഐഡന്റിറ്റി 3. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി സബ്സ്റ്റിറ്റ്യൂട്ട് u ഈക്വൽ ടു v. അപ്പൊ എന്തായി മാറും? ഇന്റഗ്രൽ ഓവർ d ഡെൽറ്റ v ആണ് എഴുതാൻ പോകുന്നത്. ഡെൽറ്റ v ഡോട്ട് ഡെൽറ്റ v ഇൻറ്റു ഡി എക്സ് ഡി വൈ. അതെന്തായി മാറും? ഇന്റഗ്രൽ ഓവർ ഡി മോഡ് ഡെൽറ്റ വി സ്ക്വയർ എന്ന് എഴുതാലോ. എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ അല്ലേ? അത് വെച്ചിട്ട് മോഡ് ഡെൽറ്റ വി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു integral over the boundary of d v into dou v by dou n into ds minus integral over d v into delta v into dx dy. ഓക്കെ, നമ്മൾക്കിനി നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് വി പ്ലസ് ആൽഫ ഡോ എൻ വി ഈക്വൽ ടു 0 ഉണ്ടല്ലോ. അവിടുന്ന് വി ഈക്വൽ ടു എന്ത് കിട്ടും? വി ഈക്വൽ ടു മൈനസ് ആൽഫ ഇൻറ്റു ഡോ എൻ വി എന്ന് എഴുതാലോ. സോ അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓവർ ഡി മോഡ് ഡെൽറ്റ വി സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഞാൻ ഇതാണ് എഴുതുന്നത് കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ബൗണ്ടറി ഓഫ് ഡി മൈനസ് ആൽഫ ഇൻറ്റു ഡോ എൻ വി ഇൻറ്റു ഇതും ഡോ എൻ വി ആണല്ലോ ഇൻറ്റു ഡി എസ്. ഇവിടെ ഡെൽറ്റ വി എന്താണെന്ന് അറിയാം നമ്മൾക്ക്, 0 ആണ്. അപ്പൊ ഇത് മൈനസ് 0 ആയി മാറി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ബൗണ്ടറി ഓഫ് ഡി മൈനസ് ആൽഫ ഇൻറ്റു ആക്ച്വലി ഇത് ഡോ എൻ വി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എസ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ സ്റ്റാർ. ഇവിടെ നോക്കിയേ, ഇത് ദിസ് ഇസ് ഓൾവേസ് പോസിറ്റീവ് ആണ് അല്ലേ? സ്ക്വയർ അല്ലേ? ഇതെപ്പോഴും നോൺ നെഗറ്റീവ് ആണ്. പോസിറ്റീവ് എന്നുള്ളതല്ല, ഇത് നോൺ നെഗറ്റീവ് ആണ്. ഇത് നോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് സ്ക്വയർ ആണ്, പക്ഷെ മൈനസ് ആൽഫയാണ്. അപ്പോൾ എന്ത് വരും? എപ്പോഴും ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ഈക്വൽ ടു നെഗറ്റീവ് ക്വാണ്ടിറ്റി എന്ന് വരും. പക്ഷെ അത് പോസിബിൾ ആണോ? ഇല്ല, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ എന്തേ വരുള്ളൂ? ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരിക? ദാറ്റ് ഈസ് ഡെൽറ്റ വി എന്ത് വരും? ഡെൽറ്റ വി എന്തായിരിക്കും? അപ്പോൾ 0 ഇൻ ഡി ആയിരിക്കും. കണ്ടോ? ഇന്റഗ്രൽ ഓവർ ഡി ഡെൽറ്റ വി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ. ഇത് മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് ഈസ് ഡെൽറ്റ വി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ വി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇനി എന്ത് വരും? നമ്മുടെ കയ്യിൽ ഡെൽറ്റ വി 0 ആണ്. അപ്പോൾ വി എക്സ് ദിസ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഇതിന്റെ ഗ്രേഡിയന്റ് അല്ലേ 0 വരുന്നുണ്ടെങ്കിൽ വി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഇൻ ഡി ആയിരിക്കും. ഓക്കെ, ഇനി ബൗണ്ടറിയിൽ എന്താണിത്? വി വാനിഷസ് ഓൺ ദ ബൗണ്ടറി ആണോ? ഓൺ ദ ബൗണ്ടറി. ബൗണ്ടറിയിൽ വിയുടെ വാല്യൂ എങ്ങനെയാ കാണുക? വി പ്ലസ് ആൽഫ ഇൻറ്റു ഡോ എൻ വി ഈക്വൽ ടു 0 ആണ് അല്ലേ? നമ്മൾ ഇപ്പൊ പറഞ്ഞത് പ്രകാരം ഈ ഡോ എൻ വി എന്തായിരിക്കണം? ഇത് 0 ആയിരിക്കണം. ഈ ക്വാണ്ടിറ്റി 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് പിന്നെ ഈ
ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇക്വേഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യും. ഇത് ഈ ഇക്വേഷൻ ഓക്കെ ആണ്, കാരണം ഇത് ഗ്രീൻസ് ഐഡന്റിറ്റി 3 ആണ്. അപ്പോൾ ഓൺലി പോസിബിലിറ്റി ഇത് ഈ റൈറ്റ് സൈഡ് 0 ആവുക. ദാറ്റ് ഈസ് ഡോ ഇൻ ബി എന്തായിരിക്കണം, ആൽഫ ഇൻറ്റു ഡോ ഇൻ ബി എന്തായിരിക്കണം, മസ്റ്റ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും, ബി ഈക്വൽ ടു 0 ഓൺ ദ ബൗണ്ടറി ഓഫ് ഡി ആയി കിട്ടും. അപ്പൊ വി ബൗണ്ടറിയിൽ 0 ആണ്, വി ടോട്ടലി കോൺസ്റ്റന്റ് ആണെങ്കിൽ വി എന്തായിട്ട് കിട്ടും, വി ഈസ് ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആയി മാറും. ദാറ്റ് മീൻസ് u1 ഈക്വൽ ടു u2. ഓക്കെ, ഇനി നമ്മൾക്ക് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറിഷ്ലെ പ്രോബ്ലം ഹാസ് അറ്റ് മോസ്റ്റ് വൺ സൊല്യൂഷൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ബിയിൽ നമ്മുടെ കണ്ടീഷൻ ഇതായിരുന്നു, പ്രോബ്ലം ഡെൽറ്റ യു ഈക്വൽ ടു എഫ് for all xy belongs to D, u of xy plus alpha xy into dou u by dou n of xy equal to g of xy ആണ്. ഇവിടെ എന്ത് ചെയ്യാം, ആൽഫ 0 ആണെങ്കിൽ നമ്മളുടെ കണ്ടീഷൻ ഡിറിഷ്ലെ പ്രോബ്ലം ആയി മാറി. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡിറിഷ്ലെ പ്രോബ്ലം ഹാസ് അറ്റ്മോസ്റ്റ് വൺ സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ബിയിൽ ചെയ്യുമ്പോൾ ടു പ്രൂവ് എ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, to prove A, put alpha equal to 0 in part A, part B. Okay, എന്നിട്ട് follow the same procedure നമ്മൾക്ക് എന്ത് കിട്ടും, ഡിറിഷ്ലെ പ്രോബ്ലം ഹാസ് at most one solution. Okay, നമ്മൾക്ക് ഇനി പാർട്ട് സി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് യു സോൾവ്സ് the Newman problem, then any other solution is of the form v equal to u plus c. c belongs to r. അതായത് നേരത്തൊക്കെ എന്തായിരുന്നു, അറ്റ്മോസ്റ്റ് വൺ സൊല്യൂഷൻ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, വേറെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഡിഫർ ബൈ എ കോൺസ്റ്റന്റ് ആയിരിക്കും. വി വേറൊരു യു ഒരു സൊല്യൂഷൻ ആണ്, വി വേറൊരു സൊല്യൂഷൻ ആണെങ്കിൽ നേരത്തെ രണ്ട് പ്രോബ്ലത്തിൽ തേർഡ് കൈൻഡിലും ഡിറിഷ്ലെ പ്രോബ്ലത്തിലും എന്താണ് കിട്ടിയിരിക്കുന്നത്, അത് ഒറ്റൊരു സൊല്യൂഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്തത്. പക്ഷെ ഇവിടെ എന്താ പ്രൂവ് ചെയ്യുന്നത്, അങ്ങനെ രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഡിഫർ ബൈ എ കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് യു സോൾവ്സ് എ ന്യൂമാൻ പ്രോബ്ലം, if there exists another solution, then v equal to u plus c എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ പാർട്ട് സി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ ലെറ്റ് u1 ആൻഡ് u2 be two solutions of the Newman problem. Okay, then up എന്ത് കിട്ടും, ന്യൂമാൻ പ്രോബ്ലം ഡെൽറ്റ യു is equal to f in D and dou u by dou n equal to g on the boundary of D എന്നാണ്. ഓക്കെ, നമ്മൾ എന്തെടുക്കുന്നു, ഫസ്റ്റ് u1 ആൻഡ് u2 ടു സൊല്യൂഷൻസ് ആണെന്ന് എടുത്തു. അപ്പൊ എന്തൊക്കെ കിട്ടും, ഡെൽറ്റ u1 ഈക്വൽ ടു എഫ് കിട്ടും. ഞാൻ ഇൻ ഡി എന്നൊന്നും എഴുതുന്നില്ല കേട്ടോ, ഡോ u1 ബൈ ഡോ n ഈക്വൽ ടു ജി എന്ന് കിട്ടും. ഇത് ബൗണ്ടറി ഡിയിലാണ്, ഇത് ഡിയിലാണ്. ഓക്കെ, അതേപോലെ എന്ത് കിട്ടും, ഡെൽറ്റ u2 ഈക്വൽ ടു എഫ് ഡോ u2 ബൈ ഡോ n ഈക്വൽ ടു ജി കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് പുട്ട് w is equal to നേരത്തെ അതേ പ്രൊസീജിയർ, ചെറിയൊരു ഡിഫറൻസ് അത്ര മാത്രമേ ഉള്ളൂ, u1 മൈനസ് u2 ആയി. അപ്പൊ എന്ത് കിട്ടും, ഡെൽറ്റ w is equal to എന്ത് കിട്ടും, ഡെൽറ്റ u1 മൈനസ് ഡെൽറ്റ u2 വന്നു. നേരത്തെ അതേപോലെ തന്നെ f മൈനസ് f is equal to എന്ത് കിട്ടി, 0 കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ നമ്മുടെ ന്യൂമാൻ കണ്ടീഷൻ ഡോ ഡബ്ല്യു ബൈ ഡോ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ u1 ബൈ ഡോ എൻ മൈനസ് ഡോ u2 ബൈ ഡോ എൻ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, 0 കിട്ടി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻ കിട്ടിയ, ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 ഇൻ ഡി ആയി. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ എൻ ഈക്വൽ ടു 0 ഓൺ ബൗണ്ടറി ഓഫ് ഡി ആയി മാറി. ഓക്കെ,
അപ്പൊ ഇവിടുത്തെ എന്ത് കിട്ടും? W is harmonic. Harmonic in D.